ഈ പടം ഒരു ക്രൈം ത്രില്ലറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് മമ്മൂക്ക ഒരു 50-55 വയസ്സ് കാലഘട്ടത്തിലേക്ക് പോയ മാതിരിയാണ് ആ ട്രെയിലറിൽ നിന്ന് പുള്ളിയുടെ പ്രസൻസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇതിൻ്റെ സംവിധാനം എന്ന് പറയുന്ന അഭിനയിപ്പിച്ച് സംവിധാനം ചെയ്യണമെങ്കിൽ ആ പടത്തിൽ എന്തൊക്കെയോ കാണും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം ആ പടം മമ്മൂക്ക അങ്ങനെ സ്റ്റോറി സെലക്ട് ചെയ്യണമെങ്കിൽ ആ സ്റ്റോറിയിൽ എന്തെങ്കിലും നല്ല കണ്ടൻറ് ഉണ്ടാവും. പുള്ളി ആഗ്രഹിക്കുന്ന തരത്തിൽ പുള്ളി ഇതുവരെ ചെയ്യുന്നത് വേഷത്തിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടൊരു വേഷമായിരിക്കും അതിനകത്ത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പുള്ളിയുടെ മേക്ക് ഓവറൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി വളരെ യങ് ആയിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്. നല്ല എനർജറ്റിക്കും യങ്ങും ആയിട്ടുള്ള ഒരു ഇതാണ് അതിനകത്ത് എനിക്ക് കാണാൻ പറ്റിയത്. എന്തായാലും ഈ പടം ഒരു നല്ല ഒരു ഇതായിരിക്കും, കാരണം നല്ലൊരു ആസ്വാദകർക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ട് മാറും എന്നാണ് എനിക്ക് പറയുന്നത്. കൂടുതൽ ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചു. 23-ാം തീയതി തിയേറ്ററിൽ സിനിമ വരുമ്പോൾ സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ വ്യക്തമായിട്ടുള്ള റിവ്യൂ പറയാൻ സാധിക്കും. ഒരു എക്സ്പെക്റ്റേഷൻ റിവ്യൂ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഈ പടം വലിയ പ്രതീക്ഷ ഉളവാക്കുന്ന ഒരു പടമുണ്ട് എനിക്ക്. ഇപ്പോൾ മമ്മൂക്കയുടെ 300-ലധികം സിനിമകൾ കണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പം ഏറ്റവും ഒടുവിൽ ഈ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ഈ സിനിമയിൽ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ ഉള്ള ഒരു യാത്രയിൽ എങ്ങനെയാണ് മമ്മൂക്കനെ അടയാളപ്പെടുത്തുക? മമ്മൂക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂക്ക ഇപ്പോഴും ലൈവാണ്. ഈ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു നടനാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ ഏത് പടം എടുത്താലും ഒരിക്കലും മുടക്കിയ കാശ് നഷ്ടം വന്നിട്ടില്ല. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരിക്കലും മുടക്കിയ കാശൊന്നും തിരിച്ച് പിടിച്ചിട്ടില്ല. അതിൽ കൂടുതൽ പിടിച്ചിട്ടുള്ളതാണ്. 1000 കോടി ക്ലബിലും 100 കോടി ക്ലബിലൊന്നും കയറുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിൽ പോലും മമ്മൂക്കയുടെ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള ആ കഥാപാത്രങ്ങൾ പലതും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഉദാഹരണമായിട്ട് പറയുമെങ്കിൽ തനിയാവർത്തനം എന്ന പടം ഒരു രണ്ടാമത് പ്രാവശ്യം ഞാൻ കാണില്ല. ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ എൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചൊരു സിനിമയാണ്. അതിൻ്റെ ക്ലൈമാക്സ് സീനൊക്കെ നമ്മളെ കരയിപ്പിക്കും. കമലഹാസൻ സാറ് പോലും പറഞ്ഞിട്ടുണ്ട് ആ പടം ഞാൻ ഇനി രണ്ടാമത് കാണില്ല എന്ന്. അത്രത്തോളം വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് തനിയാവർത്തനം. പിന്നെ നമ്മുടെ MT വാസുദേവൻ സാറുമായിട്ട് സംഘടിച്ചുകൊണ്ട് നമ്മുടെ ഒരു വടക്കൻ വീരകഥ, പഴശ്ശിരാജ, ഇങ്ങനെയുള്ള പടങ്ങളെല്ലാം മമ്മൂക്കയുടെ വലിയ പ്രസൻസ്, അതായത് മമ്മൂക്കയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന വേഷമായിട്ടാണ് എനിക്ക് വടക്കൻ വീരഗാഥ. ഒരു വടക്കൻ വീരഗാഥ ഞാൻ സരിത തിയേറ്ററിൽ കാണുമ്പോൾ പടം എനിക്ക് പെട്ടെന്ന് തീർന്നതായിട്ടാണ് തോന്നിയത്. ഇനിയുണ്ടോ എന്നുള്ള ആ ഒരു രീതിയിലാണ് അതിൻ്റെ മേക്കിങ്. മാർഷ്യൽ ആർട്സ്, കളരിപ്പയറ്റ്, അത് മമ്മൂക്ക അന്ന് വളരെ വിദഗ്ധമായിട്ട് ചെയ്തിട്ടുണ്ട്. അന്നത്തെ പ്രായം അതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള